ഇന്നലെ കുറേ നേരം കിടന്ന് ഉറങ്ങിയതുകൊണ്ടാണെന്ന് അറിയില്ല. ഇന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. തൊണ്ടവേദന എടുത്തിട്ട് കാലത്ത് നേരത്തെ എനിക്ക് ഞാൻ ഒരു ഗ്ലാസ് കാപ്പിയിട്ട് കുടിക്കുക. സാധാരണ ഞാൻ കാപ്പിയും ചായയും കുടിക്കാറില്ല, കറുത്ത് പോണ കാരണം. തൊണ്ടയ്ക്ക് ഒരു സുഖം കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണ് ഒരു ഗ്ലാസ് കാപ്പിയിട്ട് കുടിച്ചത്. അങ്ങനെ കാപ്പിയിട്ട് കുടിച്ച് നേരെ പുട്ടുണ്ടാക്കാന്ന് വെച്ച് പൊൻകതിറിൻ്റെ പുട്ടുപൊടി എടുത്ത് നനച്ച് വെച്ച് ഒരു ഗ്ലാസ് പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം പരസ്യം കണ്ടിട്ടില്ലേ, അതേപോലെ അങ്ങോട്ട് കലക്കി അങ്ങോട്ട് വെച്ചു. എന്നിട്ട് നേരെ പിള്ളേരെ വിളിക്കാൻ പോയി. ഞാൻ ഉണ്ണിക്കുണ്ണൻ താഴെ കിടക്കുക, കാരണം ഉണ്ണിക്കുണ്ണൻ കട്ടിലും കിടത്തിയത് താഴെ വീഴും. ഉരുണ്ട് മറിഞ്ഞ് അങ്ങനെ കിടക്കുള്ളൂ. അത് കാരണം ഞാൻ ഉണ്ണിക്കുണ്ണൻ താഴെ, അതിന് തന്നെ താഴെ കിടത്താൻ പറ്റില്ല. അപ്പം ഞാനും താഴെ കിടക്കും, കുഞ്ഞി കിടക്കിയിട്ടിട്ട് ഞാൻ താഴെ കിടക്കും. അപ്പോൾ ഒരാളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട് പാലിൻ്റെ ചെയ്ത്. അപ്പോൾ വേഗം പാല് തിളപ്പിച്ച് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആടപ്പം തന്നെ പുട്ടുണ്ടാക്കാന്ന് വെച്ചിട്ട് ചിരട്ടപ്പുട്ടുണ്ടാക്കാന്ന് വെച്ച് ഭയങ്കര പണിയാണ് ചിരട്ടപ്പുട്ട്. ഞാൻ സാധാരണ എല്ലാം കൂടി അങ്ങോട്ട് കൂട്ടി തിരുമ്പി ഇഡ്ഡലി ചെമ്പിലിട്ട് ആവി കയറ്റി കഴിഞ്ഞാൽ സുഖമായിട്ട് എളുപ്പ പണിയാണ്. പക്ഷേ ഇതിപ്പോൾ വീഡിയോ എടുക്കണ കാരണം ഒരു ഭംഗിക്ക് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചിരട്ടപ്പുട്ടുണ്ടാക്കണം. ഇതാകുമ്പോൾ കുറേ ടൈം എടുക്കും. എന്നാലും പിന്നെ അങ്ങനെ കുക്കറിൽ വെച്ച് നേരെ പിള്ളേർക്ക് പുട്ടിന് പഴം വേണം. അപ്പം ഒരു കൊല പഴം വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഈ പഴം തീരുന്ന വരെ ഇവിടെ എന്നും പുട്ടായിരിക്കും. അപ്പോൾ പഴം എടുത്ത് കൊണ്ടുവന്നപ്പോഴാണ് അവിടെ അമ്മി തറയുമ്പോൾ കപ്പളങ്ങി പറിച്ചത് കണ്ടെന്ന്. അത് ചേത്തണേൻ്റെ ഇടയ്ക്ക് അടുത്ത യുദ്ധം. ചേട്ടൻ അനിയനും കൂടി തല്ലുകൂട്ടാം. അവൻ എൻ്റെ കാലുമ്പോൾ ചവിട്ടി, എനിക്ക് അവൻ്റെ കാലുമ്പോൾ ചവിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ണിക്കുട്ടൻ വാശി പിടിക്കുന്നത്. അപ്പം അതേ ചേട്ടൻ കാല് വെച്ച് കൊടുക്കേണ്ട ചവിട്ടിക്കുമെന്ന് പറഞ്ഞിട്ട്, പക്ഷെ അവൻ സമ്മതിക്കണില്ല. അവൻ കാലെടുത്ത് മാറ്റൊക്കെ വെച്ചിട്ട് കളിപ്പിക്കുക. ചവിട്ടിയപ്പോൾ ഒരു ആശ്വാസം കിട്ടി. അങ്ങനെ അത് ഒത്തുതീർപ്പാക്കി വിട്ടു. അപ്പം ഞാൻ കപ്പളങ്ങി ചെത്തി അതൊരു പാത്രത്തിലാക്കി വെച്ചു. ചെത്തിയിൽ ഇനി അത് കേടായി പോയാൽ ജോഷേട്ടനെന്ന് എനിക്ക് ചീത്ത വെക്കും. അത് കാരണം വേഗം ചെത്തി വെച്ചത്. അപ്പോൾ എനിക്ക് പുട്ട ഓരോന്നോരോന്ന് ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊന്ന് കൈ പൊള്ളി, പക്ഷെ ഞാനത് കാര്യമാക്കിയില്ല. ഞങ്ങൾക്ക് പുട്ടിന് ചെറുപയറാണ്, പുട്ടും ചെറുപയറും. അവർക്ക് പുട്ടും പഴം. എനിക്ക് പുട്ടും പഴം ഇഷ്ടമാണ്, പുട്ടും ചെറുപയറും ഇഷ്ടമാണ്. അതിൻ്റെ ഇടയിൽ ഉണ്ണിക്കുട്ടൻ്റെ അടുത്ത വാശിയും കൊണ്ടുവന്നു. കപ്പളങ്ങ ചെറ്റി ഞാൻ പാത്രത്തിൽ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കപ്പളങ്ങ വേണേ, അത് തീർന്നു പോയിന്ന് വെച്ചിട്ട് കപ്പളങ്ങ വേണേ എന്ന് പറഞ്ഞ കരച്ചിലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു കപ്പളങ്ങ എന്ന് പറഞ്ഞാൽ അത് കാട്ടി കൊടുത്തപ്പോൾ അപ്പം അവന് അത് വേണ്ട, അത് തീർന്നു പോയിന്ന് വെച്ചിട്ടാണ് വാശി പിടിച്ചത്. അപ്പോൾ അത് അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവനപ്പോൾ അത് വേണ്ട, ഇപ്പോൾ അവന് പാല് മതി. അപ്പോൾ ഞാൻ പാലെടുത്തൊരു ക്ലാസ്സിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിൽ കൊടുത്ത് നേരെ പിള്ളേർക്ക് ഫുഡ് കൊടുത്തു, പുട്ടും പഴം കൊടുത്തു. ഉണ്ണിക്കുട്ടൻ അതേ പുട്ടും പഴം തിന്നാൻ വിളിച്ചപ്പോൾ അതേ അങ്ങ് കണ്ടില്ലേ പട്ടിയുടെ അടുത്തിരുന്ന് കളിക്കുക സൈക്കിളും കൊണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ അവനെ വിളിച്ച് പുട്ട് കൊടുക്കട്ടെ കേട്ടാ.